ഒരു കാര്യം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷത്തിന് ചെയ്യാമായിരുന്ന ഒരു നല്ല കാര്യമുണ്ടായിരുന്നു. അത് തങ്ങൾക്ക് പറ്റിയ തെറ്റ് തുറന്ന് സമ്മതിച്ച് പരസ്യമായി ഒരു ഖേദപ്രകടനം ഈ സഭയിലൂടെ സംസ്ഥാനത്തിലെ ജനങ്ങളോട് നടത്തുന്നതായിരുന്നു നല്ലത്. മിനിമം അത്രയെങ്കിലും ചെയ്താലേ ജനമധ്യത്തിൽ അല്പമെങ്കിലും വിശ്വാസ്യതയുണ്ടാവൂ എന്നെങ്കിലും തിരിച്ചറിയണമായിരുന്നു. ഞങ്ങളിനി ഒരു ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നത് നിങ്ങളുടെ അജണ്ടയിലില്ല. അതുകൊണ്ട് തന്നെ തെറ്റേറ്റു പറയാൻ നിങ്ങൾക്ക് മനസ്സുമുണ്ടാവില്ല. അതങ്ങനെ നടക്കട്ടെ. നിങ്ങൾ എന്തൊക്കെയാണ് ഇക്കാലത്ത് പറഞ്ഞിരുന്നത്? സർ, വാളയാറിനെ പറ്റി ഇപ്പോൾ ആരും പറയുന്നില്ലല്ലോ. AKG സെൻറ്റർ ആക്രമണത്തിൻ്റെ പേരിലുണ്ടായിരുന്ന കഥ ഇപ്പോൾ ആരും പറയുന്നില്ലല്ലോ. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീയിട്ടതിൻ്റെ പേരിൽ എന്തെല്ലാം കഥകളായിരുന്നു പറഞ്ഞത്? സർ, ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നത്? ചിലത് കോടതിയിലേക്ക് കൊണ്ടുപോയി കോടതി അടിസ്ഥാനരഹിതമെന്ന് മുദ്രയടിച്ച് ആക്ഷേപങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് എറിയുകയും ചെയ്തു. സർ, വാളയാർ കേസിൻ്റെ കാര്യം ഈ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ എന്തൊക്കെയായിരുന്നു പ്രതിപക്ഷം ചെയ്തിരുന്നത്? സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം വിശ്വാസയോഗ്യമല്ല എന്ന് പറഞ്ഞു. CBI വരണമെന്ന് പറഞ്ഞു. ഒരാളെ തോളിലേറ്റ് നടന്ന് സ്ഥാനാർത്ഥിയാക്കി. LDFനെ തോൽപ്പിക്കാൻ കേരളത്തിലാകെ കൊണ്ടു നടന്ന് പ്രസംഗിപ്പിച്ചു. ഒടുവിൽ CBI വന്നു. കേരള സർക്കാർ സഹകരിച്ചു. എന്തായി? ഒടുവിലെന്തുണ്ടായി? കഴിഞ്ഞ ദിവസം ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കുറേ കാര്യങ്ങളിവിടെ പറഞ്ഞതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. നിങ്ങൾ കൊണ്ടു നടന്നയാൾ തന്നെയാണ് പ്രതി എന്നാണ് ഇപ്പോൾ വന്നത്. AKG സെൻറ്റർ ആക്രമണത്തിൻ്റെ കാര്യം എന്തായിരുന്നു കോൺഗ്രസ് പ്രചരിപ്പിച്ചത്? CPIM രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സ്വന്തം ഓഫീസ് ആക്രമിച്ചിട്ട് തങ്ങളെ ആക്ഷേപിക്കുന്നുവെന്നായിരുന്നു. കോൺഗ്രസ് ആസൂത്രണം ചെയ്തു, തെളിവ് നശിപ്പിച്ചു, അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിച്ചു, എല്ലാം ചെയ്തു. ഒടുവിലോ പ്രതികളെ പിടികൂടിയപ്പോൾ അയാൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളുടെ സന്തത സഹചാരി. ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണോ ഇത്? സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീവച്ച കേസ് അന്ന് BJPയോടൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രചരിപ്പിച്ചത് CPM പ്രവർത്തകരാണ് ഇത് ചെയ്തത് എന്നായിരുന്നു. ഒടുവിൽ എവിടെയെത്തി? സംഘപരിവാറുകാർ അറസ്റ്റിലായി. പ്രചരിപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞോ? BJPക്കാരുമായി ചേർന്ന് നിന്ന് CPIMനെതിരെ പ്രചരണം അഴിച്ചുവിട്ടതിനെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. സാന്ദർഭികമായി ഒട്ടേറെ കാര്യങ്ങൾ പരാമർശിക്കാനുണ്ടെങ്കിലും അതിലേക്കൊന്നും ഈ ഘട്ടത്തിൽ കൂടുതലായി ഞാൻ കടന്നു പോകുന്നില്ല.